നമ്മൾ മുൻപൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ അവിഹിത ബന്ധം എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ പലപ്പോഴും പല ക്രൂരതയിലേക്കും കൊണ്ടെത്തിക്കാറുണ്ട്. നമ്മൾ ഇത്രയും നാളും പറഞ്ഞിട്ടുള്ള പല ക്രൈം സ്റ്റോറികളിലും ഈ അവിഹിത ബന്ധം തന്നെയായിരുന്നു ഒരു വില്ലനായിട്ട് നിന്നിട്ടുണ്ടായിരുന്നത്. ഈ കേരളത്തിൽ നമ്മുടെ തൊട്ടടുത്ത ജില്ലയായ ആലപ്പുഴ ചേർത്തലയിൽ നടന്ന ഒരു ചെറിയ സംഭവത്തെ കുറിച്ച് പറയാം. ചെറിയ സംഭവം എന്ന് പറഞ്ഞാൽ ഇതിനെ ഒതുക്കി തീർക്കാൻ പറ്റില്ല. കാരണം വെച്ചാല് അത്രയ്ക്കും മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ച ഒരു സംഭവം തന്നെയായിരുന്നു. ഒരു അമ്മയ്ക്ക് ഇത്രയും ക്രൂരനാകാൻ സാധിക്കുമോ, ഒരു അച്ഛൻ ഇത്രയും ക്രൂരനാകാൻ സാധിക്കുമോ എന്ന് നമുക്കാണെങ്കിൽ നമ്മളോട് തന്നെ ചോദിച്ചു പോകുന്ന ആ ഒരു സംഭവമാണ് ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത്. ആലപ്പുഴ ചേർത്തലയിൽ ഒരു യുവതി ഒറ്റയ്ക്ക് ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. ഓഗസ്റ്റ് മാസം 24-ാം തീയതി തന്റെ ഡെലിവറിക്കായിട്ടാണ് ആ യുവതി ആ ഹോസ്പിറ്റലിലേക്ക് പോകുന്നത്. തനിയാണ് പോകുന്നത്, അത് ഓട്ടോയിലാണ് പോകുന്നത്, മറ്റാരും തന്നെ സഹായത്തിനില്ല. അങ്ങനെ ആ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുകയാണ്. 26-ാം തീയതി ആ യുവതി, ഓഗസ്റ്റ് മാസം 26-ാം തീയതി ആ യുവതി പ്രസവിക്കുകയാണ്. അതായത് 2024 ഓഗസ്റ്റ് മാസം 26-ാം തീയതി ആ യുവതി പ്രസവിക്കുകയാണ്. ഈ യുവതി പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് തന്നെ അവിടുത്തെ ആശാ വർക്കർ ആയിട്ടുള്ള ത്രിപുരേശ്വരി എന്ന് പറയുന്ന ഒരു ആശാ വർക്കർ അവിടെ ചെല്ലുകയും ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ അന്വേഷിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ആ സമയത്ത് ആ യുവതിയും ആ യുവതിയുടെ ഭർത്താവും പറഞ്ഞിരുന്നത് അവർ ഗർഭിണിയല്ല എന്നുള്ളതാണ്. എന്നിട്ടും എന്തിനായിരിക്കാം ആ യുവതി 24-ാം തീയതി ആ ഹോസ്പിറ്റലിലേക്ക് ഡെലിവറിക്കായിട്ട് പോയത്? ഭർത്താവിനും ഈ യുവതിക്കും താൻ ഗർഭിണിയല്ല, തന്റെ വയറ്റിലാണ് വെള്ളക്കെട്ടുണ്ട്, നീർക്കെട്ടുണ്ട്, അതുകൊണ്ടാണ് തന്റെ വയർ ഇത്രയും വലിപ്പം വെച്ച് നിൽക്കുന്നത് എന്നൊക്കെ ഭർത്താവും ഈ ഭാര്യയും ആവർത്തിച്ച് ആ ആശാവർക്കറോട് പറഞ്ഞിട്ടും എന്തിനായിരിക്കാം ആ യുവതി 24-ാം തീയതി തനിയെ സ്വന്തമായ ഒരു ഓട്ടോ വിളിച്ച് ആ ഹോസ്പിറ്റലിലേക്ക് ഡെലിവറിക്കായിട്ട് പോയിട്ടുണ്ടാവുക? നമുക്കിവിടെ നിന്ന് ആ നടന്ന ക്രൈം എന്താണെന്ന് നോക്കാം. അങ്ങനെ 26-ാം തീയതി ആ യുവതി ഒരു ആൺകുഞ്ഞിനെ പ്രസവിക്കുകയാണ്. 3.5 കിലോ ഉള്ള ഒരു ആരോഗ്യവാനായിട്ടുള്ള ഒരു ആൺകുട്ടിയായിരുന്നു ആ യുവതി പ്രസവിച്ചത്. ആ യുവതിയുടെ പേരാണ് ആശ എന്ന് പറയുന്നത്. ആ യുവതിയുടെ ഡെലിവറിക്ക് കഴിഞ്ഞതിന് ശേഷം 28-ാം തീയതി ആയിരുന്നു ആ യുവതിയാണെങ്കിൽ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആകേണ്ടിയിരുന്നത്. എന്നാൽ അവര് ഡിസ്ചാർജ് ആവുന്നത് 31-ാം തീയതിയാണ്. കാരണം അവർക്ക് ആ ഹോസ്പിറ്റലിൽ അടയ്ക്കാൻ വേണ്ടിയിട്ടുള്ള എമൗണ്ട് ഇല്ലായിരുന്നു. അതിനുശേഷം ഇവര് ഡെലിവറി ആയതിനു ശേഷം ഇവര് നേരെ പോകുന്നത് ആലപ്പുഴ പള്ളിച്ചന്തയിലേക്കാണ്. അതായത് ചേർത്തല തന്നെയുള്ള പള്ളിച്ചന്ത എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത്. അവിടെ വെച്ച് ആ യുവതി മറ്റൊരാൾക്ക് കോൾ ചെയ്യുകയാണ്. അങ്ങനെ അവിടേക്ക് ഒരു യുവാവ് വരികയാണ്. ആ യുവാവിന് താൻ പ്രസവിച്ച ആ കുഞ്ഞിനെ വിഷ് പേപ്പറിലാക്കി കൊടുത്തിട്ട് പറയുകയാണ്, ഇതിനെ കൊണ്ടുപോയി നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്യാമെന്നുള്ളത്. കാരണം ഈ ഹോസ്പിറ്റലിലേക്ക് ഡെലിവറിക്ക് പോയ യുവതിയോട് ആ യുവതിയുടെ ഭർത്താവ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നീ ഡെലിവറി കഴിഞ്ഞ് വീട്ടിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ കൂടെ കുഞ്ഞുണ്ടാവാൻ പാടില്ല എന്നുള്ളത്. അതിന്റെ കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ യുവതി ഗർഭം ധരിച്ചിരുന്നത് തന്റെ ഭർത്താവിൽ നിന്നുമായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഭർത്താവ് ആ കുഞ്ഞിനെ ഉപേക്ഷിച്ച് വരണമെന്ന് ഈ യുവതിയോട് പറഞ്ഞിരുന്നത്. ഈ യുവതി ഡെലിവറി കഴിഞ്ഞ് ഡിസ്ചാർജ് ആയതിനു ശേഷം 28-ാം തീയതി ഡിസ്ചാർജ് ആവേണ്ടിരുന്ന ഈ യുവതി 31-ാം തീയതിയാണ് ഡിസ്ചാർജ് ആകുന്നത്. ആയതിനു ശേഷം തന്റെ കാമുകനെ ചേർത്തല പള്ളിച്ചന്തയിലേക്ക് വിളിച്ചു വരുത്തി ആ കുഞ്ഞിനെ വിഷുവപ്പറിലിട്ട്, ആ ഒരു ആൺകുട്ടിയായിരുന്നു, അത് പൂർണ്ണ ആരോഗ്യവാനായ ഒരു കുഞ്ഞിനെ വിഷുവപ്പറിലിട്ട് ആ കാമുകന്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. തന്റെ ബന്ധു കൂടിയായ കാമുകനായിരുന്നു അത്. ഇരുവർക്കും കല്യാണം കഴിഞ്ഞ് ഈ 2 കുട്ടികൾ വീതം ഇരുവർക്കും ഉണ്ട്. എന്നിട്ട് പോലുമാണ് ഈ രഹസ്യബന്ധം അവർ തുടർന്നുകൊണ്ട് പോയിരുന്നത്. ഈ ബന്ധം ഈ ആശ എന്ന് പറയുന്ന യുവതിയുടെ ഭർത്താവ് അറിയുകയും അവർക്കിടയിൽ പല പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. മാത്രവുമല്ല, ആ സമയത്താണ് ഈ ആശ എന്ന് പറയുന്ന യുവതിയുടെ ഭർത്താവ് അറിയുന്നത് ഇവര് ഗർഭിണിയാണെന്നുള്ളത്. അപ്പം വീണ്ടും പ്രശ്നങ്ങൾ രൂക്ഷമായി. മാത്രമല്ല, ഈ ഡെലിവറിക്ക് ശേഷം ഈ കുഞ്ഞിനെ എവിടെയെങ്കിലും ഉപേക്ഷിച്ച് മാത്രമേ നീ വീട്ടിലേക്ക് വരാൻ പാടുള്ളൂ, ആ കുഞ്ഞിനെ ഞാൻ നോക്കില്ല എന്നുള്ള കാര്യം കൂടെ ഭർത്താവ് ഈ ആശയോട് പറയുകയാണ്. അങ്ങനെ ഈ ആശ എന്താ ചെയ്യുന്നത് വെച്ചാൽ തന്റെ കാമുകനായിട്ടുള്ള രതീഷിനെ ആണെങ്കിൽ ഈ പള്ളിച്ചന്തയിലേക്ക് വിളിച്ചു വരുത്തി ഈ കുഞ്ഞിനെ കൈമാറുകയാണ്. എന്താണെന്ന് ഇത് ചെയ്തത് എന്ന് പറഞ്ഞിട്ട് കൈമാറുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം വീട്ടിലേക്ക് വരികയാണ്. നോർമലായിട്ട് ഒന്നും സംഭവിക്കാത്ത പോലെ തന്റെ വീട്ടിലേക്ക് വരികയാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ ഹോസ്പിറ്റലിൽ നിന്നും ആ ഭാഗത്തുള്ള ആശാ വർക്കർക്ക് ഒരു കോള് വരുന്നത്, ഇന്ന ആള് ഡിസ്ചാർജ് ആയിട്ടുണ്ട്, ഡെലിവറിക്ക് ശേഷമാണ് ഡിസ്ചാർജ് ആയത് എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഈ ആശാ വർക്കർ ആയിട്ടുള്ള ത്രിപുരേശ്വരിയും തന്റെ ഒരു സഹായമായിട്ടുള്ള നേഴ്സിനെയും കൂട്ടി ആ ആശയുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. അതിനു മുൻപ് ഈ ത്രിപുരേശ്വരി എന്ന് പറയുന്ന ഹെൽത്ത് വർക്കർക്ക്, ഈ ആശാ വർക്കർക്ക് ഈ ആശയിൽ നിന്നും ഒരുപാട് മോശം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാരണം വെച്ചാൽ ഈ ആശ പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് തന്നെ അത് പ്രഗ്നന്റ് ആണോ എന്നുള്ള കാര്യങ്ങൾ കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് ആ വീട്ടിലേക്ക് ചെല്ലുകയുണ്ടായിരുന്നു.
അപ്പൊ ആ സമയത്ത് ഈ ത്രിപുരേശ്വരിയോട് ഇവരുടെ ഭർത്താവും ഈ ആശയും വളരെ മോശമായിട്ടാണ് പലപ്പോഴും പെരുമാറിയിരുന്നത്. മാത്രമല്ല, ഇനി ഇവിടേക്ക് വരാൻ പാടില്ല, നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളുടെ പേര് എഴുതി വെച്ചിട്ട് ഞാൻ ആത്മഹത്യ, എന്റെ കുഞ്ഞുങ്ങളെ കൊന്ന് ഞാൻ ആത്മഹത്യ ചെയ്യും എന്ന് വരെ ഈ ആശാ വർക്കറായിട്ടുള്ള ത്രിപുരേശ്വരിയെ ഈ ആശ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അത് കാരണം പിന്നെ ഈ ത്രിപുരേശ്വരി ഈ ആശയുടെ കാര്യത്തിലൊന്നും അങ്ങനെ ഇടപെടാനോ മറ്റു കാര്യങ്ങൾക്കൊന്നും പോയിട്ടില്ലായിരുന്നു. ഈ ഡെലിവറി കഴിയുന്നത് വരെയും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും ഈ ത്രിപുരേശ്വരി പിന്നെ ഇടപെടാനേ പോയിട്ടില്ലായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ത്രിപുരേശ്വരിക്ക് ഈ ഹോസ്പിറ്റലിൽ നിന്ന് കോൾ വരുന്നത്. അങ്ങനെ അതിന്റെ അടിസ്ഥാനത്തിൽ ത്രിപുരേശ്വരിയും ഒരു നേഴ്സും കൂടെ ഈ ആശയുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ്, കുഞ്ഞ് എവിടെ എന്നുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിക്കുകയാണ്. അപ്പൊ ഈ ആശ പറയുകയാണ്, ഞാൻ തൃപ്പൂണിത്തുറയിലുള്ള ഒരു ഫാമിലിക്ക് കുഞ്ഞിനെ ദത്ത് കൊടുത്തു. എനിക്കാണെങ്കിൽ ഓൾറെഡി 2 കുട്ടികളുണ്ട്. എൻ്റെ ജീവിത സാഹചര്യമൊക്കെ വളരെ മോശമാണ്. അതുകൊണ്ട് എനിക്ക് മൂന്നാമതൊരു കുട്ടിയെ കൂടെ വളർത്താനുള്ള സാഹചര്യമൊന്നുമില്ല, എനിക്ക് അതിനുള്ള സാമ്പത്തികമൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ ആ കുഞ്ഞിനെ മറ്റൊരു ഫാമിലിക്ക് ദത്ത് കൊടുത്തു എന്ന് പറയാണ്. അപ്പം ഈ ആശാ വർക്കറായിട്ടുള്ള ത്രിപുരേശ്വരിയും കൂടെ വന്ന നേഴ്സും പറയാണ്, അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. കാരണം അതിന് ഒരുപാടധികം നിയമ പ്രോസസ്സിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്, നിയമത്തിൻ്റെതായിട്ടുള്ള കുറേയധികം കാര്യങ്ങൾ ചെയ്യാനായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. എന്നാലും കുഴപ്പമില്ല, ദത്ത് കൊടുത്തിരിക്കുകയല്ലേ, വളർത്താനല്ലേ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും കേസും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ സാഹചര്യം കാര്യങ്ങളും പറഞ്ഞാൽ മതി. നിങ്ങളുടെ അവസ്ഥയും കാര്യങ്ങളും പറയുമ്പോഴത്തേക്ക് നിങ്ങൾ ആ കേസിൽ നിന്നും ഒഴിവാക്കിക്കോളും. നിങ്ങൾ അത്തരം കാര്യങ്ങളൊക്കെ പോലീസുകാർ അന്വേഷിക്കാൻ വരികയാണെങ്കിലോ മറ്റുള്ള ആൾക്കാർ അന്വേഷിക്കാൻ വരുന്ന സമയത്ത് പറഞ്ഞാൽ മതി. നിങ്ങളുടെ അവസ്ഥ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആ കേസിൽ കുടുങ്ങാതെ രക്ഷപ്പെട്ടോളൂ എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ ത്രിപുരേശ്വരിയും കൂടെ വന്ന നേഴ്സൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. കാരണം അവരുടെ അവസ്ഥ അത്രയും മോശമായിരുന്നു. അതുകൊണ്ട് പക്ഷെ ഈ കൂടെ വന്ന നേഴ്സിനോ അല്ലെ ത്രിപുരേശ്വരിക്ക് അറിയില്ല ഇവിടെ നടന്നിരിക്കുന്നത് വലിയ കൊടൂരമായിട്ടുള്ള ഒരു ക്രൂരതയാണ്. ഒരിക്കലും ഒരു മനസ്സാക്ഷിയുള്ളവനും ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു ക്രൂരതയാണ് ഇവിടെ നടന്നിരിക്കുന്നത് എന്നുള്ളത് അവർക്കറിയില്ല. അവർ പല ചാനലിലും കൊടുത്ത ഇന്റർവ്യൂവിൽ അവർ പറയുന്നുണ്ട്, ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല ഇവൾ ഇങ്ങനെ ഒരു ക്രൂരത ചെയ്യുന്നു. കാരണം അവൾ ഒരുപാടധികം വിഷമിച്ച് കരഞ്ഞ് കുളിക്കുക, നനയ്ക്കുകയോ, മുടി ചെയ്യുകയോ, ഭക്ഷണം കഴിക്കുകയോ ഒന്നും ചെയ്യാതെ വളരെ ക്ഷീണിതയായിട്ട് വളരെയധികം വിഷമിച്ചിരുന്നിട്ടാണ് അവൾ എന്നോട് സംസാരിച്ചത്. അത്രയധികം വിഷമിച്ചിരുന്ന് സംസാരിച്ച അവൾ ഇങ്ങനെ ഒരു ക്രൂരത ചെയ്യുമോ എന്നുള്ളത് സത്യം പറഞ്ഞാൽ എനിക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ആ ത്രിപുരേശ്വരി സത്യം പറഞ്ഞാൽ കരയുകയാണ് ഉണ്ടായത്. അത്ര തന്നെ അവരെ മാനസികമായിട്ട് തളർത്തിയ ഒരു സംഭവമായിരുന്നു ഈ ഒരു ക്രൈം എന്ന് പറയുന്നത്. ജനിച്ച് ദിവസങ്ങൾ പോലും ആയിട്ടില്ലാത്തൊരു കുഞ്ഞ്. കാരണം 26-ാം തീയതി ആ കുഞ്ഞ് ഈ ഭൂമിയിലേക്ക് പിറന്നു വീഴുന്നത്, 31-ാം തീയതി ആ കുഞ്ഞ് കൊല്ലപ്പെടുകയാണ് ചെയ്യുന്നത്. വെറും 4 ദിവസം മാത്രമേ ആ കുഞ്ഞിന് ഈ ഭൂമിയിൽ ആയുസ് ഉണ്ടായിരുന്നുള്ളൂ. 4-ാമത്തെ ദിവസം സ്വന്തം അമ്മ തന്നെ ആ കുഞ്ഞിനെ കൊല്ലാനായിട്ട് തന്റെ അച്ഛന്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. അച്ഛൻ വീട്ടിൽ കൊണ്ടുവന്നതിന് ശേഷം ആ കുഞ്ഞിനെ കൊന്ന് കുഴിച്ചു മൂടുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ സംഭവങ്ങളൊക്കെ ആശാ വർക്കർ എന്താ ചെയ്യുന്നത് വെച്ചാൽ പഞ്ചായത്തിലുള്ള മറ്റു മെമ്പേഴ്സിനോട് പറയുകയാണ്. അങ്ങനെ അവിടെ നിന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് വിവരം അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പോലീസുകാർ ഈ ആശയെ ചോദ്യം ചെയ്യുകയാണ് ഉണ്ടായത്. അങ്ങനെ ചോദ്യം ചെയ്യലിൽ ഈ തൃപ്പൂണിത്തുറയിൽ തന്നെ കുഞ്ഞിനെ ദത്ത് കൊടുത്തു എന്നുള്ള വാദത്തിൽ അവർ ഉറച്ചു നിൽക്കുകയായിരുന്നു. എന്നാൽ പോലീസുകാർ വീണ്ടും വീണ്ടും ആവർത്തിച്ചുള്ള ചോദ്യത്തിലാണ് തനിക്കൊരു കാമുകനുണ്ടെന്നും താൻ ആ കാമുകനിൽ നിന്നുമാണ് ഗർഭിണി ആയതെന്നും ആ കുഞ്ഞിനെയും കൊണ്ട് തന്റെ വീട്ടിലേക്ക് വരാൻ സാധിക്കില്ലായിരുന്നു, അതുകൊണ്ട് തന്നെ ആ കുഞ്ഞിനെയാണെങ്കിൽ കൊല്ലാനായിട്ട് തന്റെ കാമുകനെ തന്നെ ഏൽപ്പിക്കുകയായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ ആശ പറയുകയാണ് പോലീസുകാരോട്. അങ്ങനെ രതീഷിനെ പോലീസുകാർ അറസ്റ്റ് ചെയ്യാണ്, കുഞ്ഞ് എവിടെയെന്ന് തിരക്കാണ്. അപ്പോഴാണ് മനസ്സിലാവുന്നത് ഈ ആശയെ പോലീസുകാർ അറസ്റ്റ് ചെയ്തു എന്ന് മനസ്സിലാക്കിയ രതീഷ് എന്താ ചെയ്യുന്നത് വെച്ചാൽ കുഞ്ഞിനെ ആദ്യമേ തന്നെ ശ്വാസം മുട്ടിച്ച് കൊന്ന് കുഴിച്ചു മൂടിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ആ കുഞ്ഞിനെ പുറത്തെടുത്തതിന് ശേഷം ആ കുഞ്ഞിനെ കത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലാനിങ്ങിലായിരുന്നു. ആ സമയത്താണ് പോലീസുകാർ പെട്ടെന്ന് ഈ രതീഷിനെ അറസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കുഞ്ഞിനെ കത്തിക്കാനായിട്ട് സാധിച്ചില്ല. പകരം കുഞ്ഞിനെ ആണെങ്കിൽ ഒരു കവറിൽ പൊതിഞ്ഞ് തന്റെ ബാത്റൂമിലാണ് ഒളിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ പോലീസുകാർ ഈ കുഞ്ഞിന്റെ മൃതദേഹം ആ ബാത്റൂമിൽ നിന്ന് കണ്ടെടുക്കുകയാണ് ചെയ്തത്. പൂർണ്ണ ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെയായിരുന്നു അവരവിടെ കണ്ടത്. അവിടെ കൊണ്ട് ഈ കുഞ്ഞിനോട് ചെയ്ത ക്രൂരത അവസാനിക്കുന്നില്ല. ആ മരണശേഷം ഈ രതീഷിന്റെ വീട്ടുകാരോടും ആശയുടെ വീട്ടുകാരോടും ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഈ കുഞ്ഞിനെയാണെങ്കിൽ ഏറ്റെടുക്കാൻ തയ്യാറാണോ? ഇതിന്റെ ശവസംസ്കാര ചടങ്ങുകൾ നടത്താൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്ന്. ആരും തന്നെ മുന്നോട്ട് വന്നില്ല. ഒരു അനാഥ പ്രേതം പോലെ ഒരു അനാഥനായി ആ കുഞ്ഞ് ഈ ഭൂമിയിലെ മണ്ണിൽ അലിഞ്ഞു ചേരാൻ വേണ്ടി വിധിക്കപ്പെടുകയാണ്. അങ്ങനെ ആ കുഞ്ഞിനെയാണെങ്കിൽ ഈ മണ്ണിൽ തന്നെ അടക്കം ചെയ്യുകയാണ് ഉണ്ടാവുന്നത്. എത്ര ക്രൂരമായിട്ടാണ് ഒരു കുഞ്ഞിനെ കൊലപ്പെടുത്തിയിരിക്കുന്നത്, തന്റെ അച്ഛനും അമ്മയും ചേർന്ന്. ഒരുപക്ഷെ നിങ്ങൾക്ക് അവിഹിത ബന്ധത്തിൽ പോകണമെന്നുണ്ടെങ്കിൽ അതിന് ഒരുപാടധികം ഇപ്പൊ സേഫ്റ്റി കാര്യങ്ങളുണ്ട്, കോണ്ടോ മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രഗ്നന്റ് ആവുകയും മറ്റൊന്നും തന്നെ ഇല്ല. അതുപോലെ തന്നെ ഒരു അവിഹിതത്തിൽ പോയി ഒരു അബദ്ധം പറ്റിയ ഒരു കുഞ്ഞിന് നിങ്ങൾ ജന്മം നൽകിയെന്ന് വെച്ചാൽ അങ്ങനെ നിങ്ങൾ എന്തിനാണ് കൊല്ലുന്നത്? ഒരുപാട് അമ്മത്തൊട്ടിലുകൾ നാട്ടിലുണ്ട്. അനാഥാലയങ്ങൾ, അനവധി അനാഥാലയങ്ങൾ ഈ നാട്ടിലുണ്ട്. ഏതെങ്കിലും ഒരു അനാഥാലയത്തിൽ കൊടുത്തു കഴിഞ്ഞാൽ ആ കുഞ്ഞിനെ അവിടെ നിന്ന് മറ്റാരെങ്കിലും ദത്തെടുത്ത് വളർത്തിക്കൊള്ളും. എന്തിനാണ് ഇങ്ങനെ ഒരു ക്രൂരതയ്ക്ക് നിങ്ങൾ ഇറങ്ങുന്നത്? നിങ്ങൾ ഈ ഒരു ക്രൂരതയ്ക്ക് ഇറങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ ചിന്തിക്കുന്നില്ലയോ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ പിടിക്കപ്പെടും എന്നുള്ള കാര്യം? മാത്രമല്ല
ഒരു പിഞ്ചു കുഞ്ഞാണെങ്കിൽ പോലും അതൊരു ജീവൻ തന്നെയാണ്. ഇത്ര ലാഘവത്തോടെയാണ് ആ ഒരു കുഞ്ഞിനെ കൊന്ന് കുഴിച്ചു മൂടിയത്. എന്നിട്ട് പറയുകയാണ് ഞങ്ങൾക്കാണെങ്കിൽ നാണക്കേടിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് കുഞ്ഞിനെ കൊന്നതെന്ന്. ഈ നാണക്കേട് നിങ്ങൾ ഉണ്ടാക്കിയതല്ലയോ? നിങ്ങളായിട്ട് ഉണ്ടാക്കിയില്ല, ആ കുഞ്ഞുണ്ടാക്കിയതാണോ? നിങ്ങളുടെ കഴപ്പ് കാരണം ഉണ്ടായതല്ലേ ഈ നാണക്കേട്? എന്നിട്ട് അത് ആ കുഞ്ഞിന്റെ തലയിൽ കൊണ്ടുവച്ചതിന് ശേഷം ആ കുഞ്ഞിനെ തന്നെ നിങ്ങൾ കൊന്ന് കുഴിച്ചു മൂടി, നിങ്ങളുടെ വെറും കാമത്തിന്റെ പേരിൽ. അപ്പോ നിങ്ങൾക്ക് ഈ കേസിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? സത്യത്തിൽ ഇത്തിരി വികാരത്തോടെയാണ് നമുക്ക് ഈ കേസിനെ കുറിച്ച് സംസാരിക്കാൻ സാധിക്കുള്ളൂ. കാരണം അത്രയ്ക്ക് മോശപ്പെട്ട, അത്രയ്ക്ക് നീചമായിട്ടുള്ള ഒരു കാര്യമാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ കേസിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. മാത്രമല്ല, വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു ക്രൈം സ്റ്റോറി ആയിട്ട് വരുമ്പോഴേക്കും ബൈ.